എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിചാരിച്ചതൊന്നും കിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോഴും എനിക്കതുപോലെ ഒരു പണിയും കിട്ടാറുമുണ്ട്. ഇത്തവണയും ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് സെറ്റ് മുണ്ട് വാങ്ങണം എന്നുള്ളത് കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു. കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് സംഭവം കിട്ടി. കൂടെ ഒരു പണിയും കിട്ടിയത് വേറെ ഒന്നുമല്ല, വാങ്ങിക്കൊണ്ടുവന്ന മുണ്ട് എക്സ്ട്രാ ലെങ്ത് ആയിരുന്നു. കവറിൻ്റെ പുറത്ത് സംഭവം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ അതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് എക്സ്ട്രാ ലെങ്ത്. തോളിലിടുന്ന മുണ്ടിൻ്റെ കുത്തുന്ന ഭാഗം ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാറുണ്ട്. അത് കൂടുതൽ നീളത്തിൽ അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനത് മടക്കി വെക്കുന്നതിന് പകരം ഇതുപോലെ മടക്കി വെച്ച് അടിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാനത് അതുപോലെ തന്നെ മടക്കി വെച്ച് അടിച്ചിട്ടുണ്ട്. ആ ഒരു സൈഡ് അടിച്ചതുകൊണ്ട് മാത്രം നീളം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മുന്താണി വരുന്ന ഭാഗത്ത് ഞാൻ ഇതുപോലെ നമ്മുടെ ഒരു കൈപ്പത്തിയുടെ നീളത്തിനനുസരിച്ച് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് മടക്കിയതിന് ശേഷം 2 സൈഡിലായിട്ടും അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഗോൾഡൻ കര വരുന്ന ഭാഗത്ത് കൂടെയാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഗോൾഡൻ നൂല് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ലെങ്ത്ത് കൂടിയത് വാങ്ങിയിട്ട് എനിക്ക് പറ്റിയ അബദ്ധം പോലെ അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ ഇതുപോലെ ലെങ്ത്ത് കൂടിയതാണെങ്കിലും ധൈര്യമായിട്ട് ഇനി ഇതുപോലെ വാങ്ങാം. ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതുപോലെ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലേക്ക് പോയിക്കോളും. നമുക്ക് ആ ഒരു ഭാഗം വേണമെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ടിപ്പ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.